അതെ, സ്കൂൾ തുറക്കാറായല്ലേ. മക്കളുടെ ബുക്കുകളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വളരെ എളുപ്പത്തിൽ പൊതിഞ്ഞെടുക്കാൻ പറ്റിയ നല്ല ഒരു കിടിലൻ ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പെട്ടെന്ന് പെട്ടെന്ന് പൊതിഞ്ഞെടുക്കാനും പറ്റും, അതുപോലെ തന്നെ കിടിലൻ പെർഫെക്ഷൻ കൂടിയാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് മാത്രമല്ല, വേറെയും കുറച്ച് ടിപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ടിപ്പ്, നമ്മൾ ഇതേപോലെ പാക്കറ്റിൽ ടിഷ്യൂ പേപ്പറൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ നമുക്കിത് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ബോക്സിൽ വെച്ചിട്ട് ഓരോന്നായിട്ട് എടുക്കാനായിട്ട് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബോക്സിലേക്ക് പേപ്പർ ഇതേപോലെ വച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു കവറിലേക്ക് ഇടാം. ഇതേപോലെയുള്ള ഒരു കിറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. കിറ്റ് ഇതേപോലെ കൂട്ടി പിടിച്ചിട്ട് നമുക്കൊരു വള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ആ ബാക്കിയുള്ള കവറിൻ്റെ ഭാഗം ബാക്ക് സൈഡിലേക്കായിട്ട് ഇതേപോലെ വച്ചതിന് ശേഷം നമുക്കൊരു റബ്ബർ ബാൻഡ് ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല കറക്റ്റായിട്ട് കവർ ഒതുങ്ങിയിരുന്നോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഓരോ പേപ്പേഴ്സായിട്ട് ഇതേപോലെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. തക്കാളി ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്ക് ഒരു മാസം വരെ ചീഞ്ഞു പോവാതെ നല്ല ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തക്കാളി ഫ്രിഡ്ജിൽ വെക്കാതെ ഇതേപോലെ ഈ ഒരു രീതിയിലാണ് പുറത്ത് വെക്കുന്നത്. അപ്പോൾ ഈ തക്കാളിയുടെ ഞെട്ടിൻ്റെ ഭാഗം താഴെ വരുന്ന രീതിയിൽ ഇതേപോലെ ബേസനിലോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ബോക്സിലോ അങ്ങ് വെച്ചു കൊടുക്കണം. അപ്പോൾ തക്കാളി നമ്മൾ ഈ ഒരു രീതിയിൽ വെക്കുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വെച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പഴുത്ത തക്കാളി നോക്കി ആദ്യം കുക്ക് ചെയ്യാൻ എടുക്കാവുന്നതാണ്. തക്കാളി ഒട്ടും തന്നെ ചീഞ്ഞു പോവില്ല. ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഇനി ചക്കക്കുരു എളുപ്പത്തിൽ തൊലി കളയാനുള്ള ഒരു മാർഗ്ഗം കാണിക്കാം. അപ്പോൾ ചക്കക്കുരു ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെയുള്ള ഒരു തിരുവടയാണ്. ഇതേപോലെ നമ്മൾ കലമൊക്കെ ഇറക്കി വെക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇതങ്ങ് വച്ചു കൊടുക്കാം. അപ്പോൾ ചക്കക്കുരു തെറിച്ച് പോവാതിരിക്കാനായിട്ടാണ് ഇത് നമ്മൾ വച്ചു കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ഇതിനുള്ളിൽ ചക്കക്കുരു വച്ചതിന് ശേഷം ഒരു ഇടികല്ല് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് എല്ലാ ചക്കക്കുരു ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. ഒരുപാട് നേരം ഒന്നും ചതക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതെല്ലാം ഒന്ന് പൊട്ടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തൊലി കളയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൊലി പോരും. വളരെ എളുപ്പത്തിൽ തന്നെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. ചക്കക്കുരുവിന് തൊലി കളയാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ആ തൊലി കളയാനും പറ്റും. പിന്നെ ചക്കക്കുരു നല്ല സ്മൂത്തായിട്ട് വെന്തും കിട്ടും. നമ്മൾ രണ്ടായിട്ട് പൊളിച്ചൊക്കെയാണല്ലോ ഇടാറ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ തൊലി എളുപ്പത്തിൽ പോരും. പിന്നെ നന്നായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. നല്ല സോഫ്റ്റായിട്ട് വേവാനും നല്ലതാണ്. ഇങ്ങനെ ചെയ്താൽ ആ തൊലി മാത്രമല്ലേ പോവുള്ളൂ, കുരുത്തൊലി പോയില്ലല്ലോ എന്ന് നിങ്ങൾ കാണുമ്പോൾ പറയും. പക്ഷേ ഈ കുരുത്തൊലി നമ്മൾ കളയാതെ വേണം ചക്കക്കുരു കുക്ക് ചെയ്യാനായിട്ട്. ഏറ്റവും കൂടുതൽ ഗുണങ്ങളുള്ളത് ഈ കുരുത്തൊലിയിലാണ്. ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ ചക്കക്കുരുവിനും കുരുത്തൊലിക്കൊക്കെ ഉണ്ടെന്നാണ് ഒരു ഡോക്ടർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കുരുത്തൊലി കളയാതെ കുക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫുള്ള് ഗുണങ്ങൾ നമുക്ക് കിട്ടും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ വെളുത്തുള്ളിയുടെ ഞെട്ടുണ്ടല്ലോ, ഈ ഒരു ഭാഗമാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയുടെ അല്ലികളൊക്കെ എടുത്തതിന് ശേഷം ഈ ഞെട്ട് നമുക്ക് കടല, പരിപ്പ്, പയറൊക്കെ ഇടുന്ന പാത്രത്തിലേക്ക് ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെള്ളിൻ്റെ ശല്യം ഉണ്ടാവില്ല. ചെള്ളോ പ്രാണികളോ ഒന്നും കയറില്ല. അപ്പോൾ ഈ ഒരു ഞെട്ട് ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഷാമ്പുവിൻ്റെ സാഷയൊക്കെ നമ്മൾ പൊട്ടിച്ചതിന് ശേഷം ബാക്കിയുള്ളത് മറിഞ്ഞു പോവാതിരിക്കാനായിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ ഷാമ്പു മാത്രമല്ല, ചെറിയ പാക്കറ്റ് സോപ്പ് പൊടിയൊക്കെ ഈ ഹോസ്റ്റലിലെ കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ളത് മറിഞ്ഞു പോവാതിരിക്കാനായിട്ട് ഇതേപോലെ ഒരു ക്ലോത്ത് ക്ലിപ്പ് താഴെ അങ്ങ് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ഈ ഒരു രീതിയിൽ ചെറിയ പാക്കറ്റ് സോപ്പ് പൊടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെരിഞ്ഞു പോവാതെ ഈ ഒരു രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ചെറിയ പാക്കറ്റ് സോപ്പ് പൊടി, ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആവും. ഇനി നമുക്ക് ബുക്കുകൾ വളരെ പെട്ടെന്ന് എങ്ങനെ പൊതിഞ്ഞെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു നോട്ട്ബുക്കും ഒരു ടെക്സ്റ്റ് ബുക്കും പൊതിഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോട്ട്ബുക്ക് പൊതിയാം. അപ്പോൾ നോട്ട്ബുക്കൊക്കെ നമ്മൾ പൊതിയുമ്പോൾ നോട്ട്ബുക്കിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വരുന്ന പേപ്പറിൽ നമ്മൾ കീറിയൊക്കെ ആണ് പൊതിയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലല്ല നമ്മൾ പൊതിയുന്നത്. സെൻറ്റർ ഭാഗം ഇതേപോലെ ഉള്ളിലേക്ക് ആദ്യം വച്ചു കൊടുക്കുക. ഇതേപോലെ ഫുള്ളായിട്ട് അങ്ങ് വച്ചു കൊടുക്കുക. നോട്ട്ബുക്ക് ഒന്ന് ജസ്റ്റ് പൊക്കിയിട്ട് ഇതേപോലെ അങ്ങ് വച്ചു കൊടുക്കുന്നുണ്ട്. ആ ഭാഗത്ത് കീറല ഒന്നും വേണ്ടി വരില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളൂ. കീറുമ്പോൾ കുറച്ച് ഭാഗം ഒരു വൃത്തിയില്ലാതൊക്കെ ഇരിക്കുമല്ലോ. ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ നല്ല അടിപൊളി ലുക്കിൽ ഇരുന്നോളും. അപ്പോൾ എന്ത് പെട്ടെന്നാണ് നമ്മൾ ബുക്ക് പൊതിഞ്ഞെടുത്തത്. അപ്പോൾ കത്രികയോ കത്തിയോ ഒന്നും ഉപയോഗിച്ച് ബുക്കിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വരുന്ന പേപ്പർ ഒന്നും കീറിക്കളയാതെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമ്മളിത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കവർ ചെയ്യണമെങ്കിൽ നമുക്ക് അധികം സ്റ്റാപ്ലർ അടിച്ചും ഒരുപാട് സമയമൊന്നും കളയണ്ട. രണ്ട് സ്റ്റാപ്ലർ മാത്രമാണ് ഒരു സൈഡിൽ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റാപ്ലറും കൂടി ചെയ്ത് കാണിക്കാം.
അപ്പോൾ ഇത് രണ്ട് സൈഡിലും ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഉള്ളിലും നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. ഒട്ടും തന്നെ മടക്കോ ചുളിവോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ട് നോട്ട്ബുക്ക് നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് കൂടി കവർ ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ ഒട്ടും തന്നെ ആ പേപ്പർ കീറി അങ്ങ് പോവില്ല. സാധാരണ ഈ സെൻറ്റർ ഭാഗത്ത് ഒരു ചെറിയ കീറൽ വരുമ്പോഴാണ് അവിടെ നിന്ന് അങ്ങ് പേപ്പർ കീറി പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കി വെക്കുകയാണെങ്കിൽ കീറലൊന്നുമില്ലാതെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടമായി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. സ്കൂൾ തുറക്കാറായല്ലോ, അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ബുക്ക് പൊതിയാനായിട്ടുള്ള ഈ ടിപ്പുകളൊക്കെ യൂസ്ഫുൾ ആവും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യും, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. അപ്പോൾ അതേ വളരെ പെട്ടെന്ന് തന്നെ 2 ബുക്കും ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ പുറം ഭാഗം മാത്രമല്ല, ഉൾഭാഗത്താണെങ്കിലും മടക്കുകളോ ചുളിവുകളോ ഒന്നുമില്ലാതെ പെർഫെക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.